കാലം നമ്മളെ പല കസേരകളിലേക്ക്, പല വേദികളിലേക്ക് മാറ്റിയിരുത്തുകയും കയറ്റിയിരുത്തുകയും ചെയ്യും. അത്തരമൊരു കയറ്റിയിരുത്തലിൻ്റെ ആഘോഷമാണ് നിർമ്മല കോളേജിൽ ഇന്ന് നടക്കുന്നത്. നമ്മൾ ഒരുപാട് പേര് ഒന്നിച്ച് പഠിച്ചു, ഒന്നിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. അതിൽ ചിലർ വലിയ നേട്ടങ്ങളോടെ വിജയിച്ചു. അങ്ങനെയുള്ള ചിലരെ മറ്റു ചിലർ, ബാക്കിയുള്ളവർ ചേർന്ന് ബഹുമാനിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മൾക്ക് ഒറ്റയ്ക്ക് നിന്ന് സ്വയം ബഹുമാനിതരാകാൻ സാധിക്കാത്തതുകൊണ്ട് പിന്നോട്ട് പോയവരുടെ സഹായവും സാന്നിധ്യവും അതിന് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിറഞ്ഞ മനസ്സോടെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് വെറുതെ ഭംഗിവാക്കായിട്ട് പറയുകയല്ല. കാരണം ഭരണഘടനാ ദിവസമായിട്ട് സർക്കാർ ആചരിക്കുന്ന ഈ ദിവസത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖം എഴുന്നേറ്റ് നിന്ന് പ്രതിജ്ഞ ചൊല്ലുന്നത് പോലെ, ഭരണഘടനയുടെ ആമുഖം ഒരു പ്രതിജ്ഞയല്ല, പക്ഷെ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത് പോലെ എല്ലാവരും ഒരുമിച്ച് ഏറ്റുപറയുന്നത് കേട്ട് എൻ്റെ ക്ഷുദ്രമായ ആത്മാവ് അക്ഷരാർത്ഥത്തിൽ കോരിത്തരിച്ചുപോയി. ഇന്ത്യ എന്ന മഹത്തായ വികാരം, ഇന്ത്യ എന്ന മഹത്തായ ആശയം നമ്മളിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് കരുതിയിരുന്ന ആ പ്രകാശം തിരിച്ചു വരുന്നതിൻ്റെ ഒരു ലാഞ്ചന നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒന്നിച്ചു ചേർന്ന് കൈ നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ പോലെ ഏറ്റുചൊല്ലിയപ്പോൾ ഈ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഹാളിൻ്റെ ഓരോ കല്ലുകളെയും പോലും കോരിത്തിരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പറയുകയായിരുന്നു, പഴയ കാലം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ബാല്യകാലം എന്ന് പറയുന്ന അത്ര പഴയ കാലമൊന്നും അല്ല എങ്കിൽ പോലും ഞങ്ങൾക്കെല്ലാം ഭാവിയിൽ ഭൂമിയിൽ ചില പൊതു ലക്ഷ്യങ്ങളുണ്ട് എന്നൊരു ധാരണ രൂഢമൂലമായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് സുരേഷ് കുമാർ എന്നാണ്. ഞാനത് എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വായിക്കാത്ത കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പറയുകയാണ്. എന്നെ ഇപ്പോഴും വീട്ടിൽ സുരേഷിൻ്റെ ലോപം ചുരുക്കപ്പേരായിട്ടുള്ള സുരു എന്നാണ് വിളിക്കുന്നത്. എന്നാൽ എൻ്റെ അച്ഛൻ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്ന എൻ്റെ അച്ഛൻ 5 മക്കളുടെ പ്രാരാബ്ധക്കാരനായ പിതാവായിരുന്ന അദ്ദേഹം ഞങ്ങളുടെ വീട്ടു ചുമരിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്ക് വെളിച്ചം വിതറിയിരുന്ന മഹാന്മാരായ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ വലിയ രീതിയിൽ ചില്ലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി, തീർച്ചയായും ജവഹർലാൽ നെഹ്റു, തീർച്ചയായും സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ നമ്മൾ ആദരിക്കുന്ന മഹാന്മാരായ ഇന്ത്യക്കാരെ ചില്ലിട്ട് വച്ച ചുമർ എൻ്റെ ബാല്യത്തിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും മഹാന്മാരാണ്, അവരെല്ലാവരും മെറിറ്റ് ഉള്ളവരാണ് എന്ന് എൻ്റെ അച്ഛൻ, കമ്പനി തൊഴിലാളിയെ അച്ഛൻ മെറിറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ പറഞ്ഞു തന്നിരുന്നു. യോഗ്യരായ മനുഷ്യർ എന്ന് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ 5 വയസ്സിൽ എന്നെ 1-ാം ക്ലാസ്സിൽ LP സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ എങ്ങനെയെങ്കിലും മഹാനായി ഒരു ചില്ലുപടമായി ആരുടെങ്കിലുമൊക്കെ ചുമരിൽ തൂങ്ങണം എന്നുള്ള കഠിനമായ ആഗ്രഹമുള്ള ആ കുഞ്ഞ് സുരേഷ് കുമാർ എന്ന പേര് പറഞ്ഞു കേട്ട് നിലവിളിച്ചു. എനിക്ക് ഈ പേര് പോരാ, കാരണം മഹാനാവണമെങ്കിൽ കുറഞ്ഞത് താന്തിയ തോപ്പി എന്നുള്ള പേരെങ്കിലും വേണം എന്ന് എനിക്കറിയാമായിരുന്നു. കാലം നമുക്ക് സമ്മാനിച്ച മഹത്വത്തെ സംബന്ധിച്ച, മെറിറ്റിനെ സംബന്ധിച്ച ഒരു തോന്നൽ, ഒരു ബോധ്യമാണത്. എനിക്ക് സുഭാഷ് ചന്ദ്രബോസ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഗംഭീരനായി കാണപ്പെട്ട ചിത്രം സുഭാഷ് ചന്ദ്രബോസിൻ്റേതായിരുന്നു. ഈ പേരുകൾ മാത്രമേ എനിക്കറിയാവൂ. ഇവരെന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത സംഭാവന എന്ന് ആ കുഞ്ഞിനെ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ അരയിൽ നിന്ന് ഉടവാൾ പകുതി ഊരിപ്പിടിച്ച നിലയിൽ നക്ഷത്രങ്ങൾ ഖചിതമാക്കപ്പെട്ട മേലുടുപ്പുമായി, വലിയ വട്ടക്കണ്ണട വെച്ച് പാതി ചരിച്ചു വെച്ച തൊപ്പിയുമായി വിദൂരങ്ങളിലേക്ക് നോട്ടം അയച്ചു നിൽക്കുന്ന അതിഗംഭീരനായ മനുഷ്യനായിരുന്നു എൻ്റെ ആ പ്രായത്തിലെ ഏറ്റവും ആരാധ്യ പുരുഷൻ.
ആരാധ്യ മനുഷ്യൻ എന്ന് തിരുത്തി പറയാൻ അനുവദിക്കുക. ഇപ്പോൾ ചന്ദ്രൻപിള്ള സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞു, നമുക്ക് സുഭാഷ് ചന്ദ്രൻ കരയണ്ട, സുഭാഷ് ചന്ദ്രൻ എന്നിടാം, ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് സുരേഷ് കുമാർ എന്ന് എഴുതിയ പേര് വെട്ടിയിട്ട് തിരുത്തി എഴുതിയ പേരാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ള പേര്. ആ കുഞ്ഞിൻ്റെ മനസ്സാണ് ഇവിടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചപ്പോൾ കോരിത്തരിച്ചത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന അതിഗംഭീരമായൊരു ആശയം എൻ്റെ ഹൃദയത്തിൽ അത്ര കുഞ്ഞുനാളിലേക്ക് താനറിയാതെ കയറിക്കൂടിയതാണ് എന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അല്ലാതെ 5 വയസ്സിൽ സ്വന്തം പേരിട്ട കേമത്തം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല. കുറച്ച് കേമത്തൊക്കെ സ്വയം പറയുന്ന ഒരാളാണ് ഞാൻ. എങ്കിൽ തന്നെ ഇവിടെ ഇന്ന് നമ്മൾ യോഗ്യരായ മെറിറ്റ് ഉള്ള കുറച്ച് പേരെ ആദരിക്കുന്നു. ആദരണീയനായ പിതാവ് ആദ്യമേ അത് സൂചിപ്പിച്ചു. പരാജയപ്പെട്ടവരുടേത് കൂടിയാണ് ഈ ദിവസമെന്ന്, അല്ലെങ്കിൽ പിന്നാക്കം പോയവരുടേത് കൂടിയാണ് ഈ ദിവസമെന്ന്. അതിനു മുമ്പ് സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, ഇതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആൾ സുഭാഷ് ചന്ദ്രനാണ്. കാരണം അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും റെക്കോർഡ് മാർക്കോടുകൂടി മലയാളത്തിന് MA ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആളാണ് എന്ന്. അപ്പം അങ്ങനെയുള്ള എനിക്കൊരു അധിക യോഗ്യതയായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ നേട്ടങ്ങളുടെ കഥയല്ല, എൻ്റെ വീഴ്ചകളുടെ കഥയാണ്. ഒരുപക്ഷെ നേട്ടങ്ങളുടെ പട്ടികയേക്കാൾ നിങ്ങളെ പ്രചോദിപ്പിച്ചേക്കുന്നത് അതായിരിക്കുമെന്നതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ ഞങ്ങളുടെ പടിഞ്ഞാറക്കടുക്കൻ്റെ ഗവൺമെൻറ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് എറണാകുളം സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ 2nd ഗ്രൂപ്പ് പഠിക്കുകയും ആലുവയിൽ ഒരു പാരലൽ കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്തമാറ്റിക്സ് പഠിക്കുകയും ചെയ്ത ഹതഭാഗ്യനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഞാൻ. ഏതൊരു ഡോക്ടർ ഓർ എൻജിനീയർ എന്നുള്ള ആ ശാപം പിടിച്ച ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക് വേര് പിടിച്ച് തുടങ്ങിയ കാലത്തിലാണ് എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചു 1985-ലല്ല ഞാൻ കോളേജ് വിട്ടത്, 1994-ലാണ്. 87-ലാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. അങ്ങനെ ഡോക്ടർ ആവാനോ എൻജിനീയർ ആവാനോ 2 എൻട്രൻസും എഴുതുവാൻ വേണ്ടിയിട്ട് പഠിച്ച കുഞ്ഞ് കടുങ്ങല്ലൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ നിന്ന് എറണാകുളം എന്ന് പറയുന്ന മഹാനഗരത്തിൻ്റെ വിലോഭനീയമായിട്ടുള്ള മായികതകളിലേക്ക് കടന്നു ചെല്ലുകയും നിങ്ങൾക്കെല്ലാം ആലോചിക്കാൻ കഴിയുന്നതിനപ്പുറം അലംബനും അലസനുമായി തീരുകയും ചെയ്തു. അങ്ങനെ 2nd ഗ്രൂപ്പ് കഷ്ടി കടന്നുകൂടുകയും ഫസ്റ്റ് ഗ്രൂപ്പ് പരീക്ഷ എഴുതാതിരിക്കുകയും 2ൻ്റെയും എൻട്രൻസ് എഴുതുവാനുള്ള യോഗ്യതയില്ലാതെ കുഴങ്ങുകയും കേരളത്തിലെ ഒരു റെഗുലർ കോളേജിൽ പോലും ഏതെങ്കിലും ഒരു വിഷയത്തിന് പോലും അഡ്മിഷൻ കിട്ടാത്ത വിധം എൻ്റെ ജീവിതം മാറി മറിയുകയും എന്നെ പഠിപ്പിച്ച ഞാൻ മിടുക്കനായ കുട്ടിയാണ് എന്ന് കരുതിക്കൊണ്ടിരുന്ന പഴയ അധ്യാപികമാർ മുന്നിൽ വരുമ്പോൾ നീ ഇപ്പോൾ ഏത് കോളേജിലെ MBBS പഠിക്കണം, ഏത് കോളേജിലെ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ള ചോദ്യത്തെ മാറി കവച്ച് കടക്കാൻ വേണ്ടി മാത്രം ഒളിച്ച് ജീവിക്കുകയും അങ്ങനെ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദ രോഗത്തിൻ്റെ തീവ്രമായൊരു ഘട്ടത്തിലൂടെ കടന്നുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പ്രോത്തിയാഡൻ എന്നൊക്കെ പറയുന്ന ഘോരമായിട്ടുള്ള ആൻറ്റി ഡിപ്രസൻ മരുന്നുകൾ വീട്ടുകാരെ അറിയിക്കാതെ വിഴുങ്ങി നടന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരു പാരലൽ കോളേജിൽ ആലുവയിലെ ചന്തയുടെ മുകളിലുള്ള ഒരു പീഡിയുടെ മുകളിലുള്ള കോളേജിൽ നിന്നാണ് എൻ്റെ അമ്മ എന്നെ പരിഹസിച്ച് പറഞ്ഞത്. ആ പീഡിയുടെ മുകളിലുള്ള കോളേജിൽ പോയി മലയാളം BA നിർബന്ധ ബുദ്ധിയോടെ ചോദിച്ച് മേടിച്ച് 2-3 കൂട്ടുകാരെയൊക്കെ ചേർത്ത് പുതുതായിട്ട് കോഴ്സ് തുടങ്ങിക്കുകയും എനിക്ക് വേണ്ടിയിട്ട് തുടങ്ങിക്കുകയും അതിൽ 8ാം റാങ്കോടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പാസ്സാവുകയും ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് സ്കോളർഷിപ്പോടെ മഹാരാജാസ് കോളേജിൽ പോയി MA പഠിക്കുകയും അങ്ങനെയാണ് പിന്നെ MA ഫസ്റ്റ് റാങ്കോടെ അവിടെ നിന്ന് പാസ്സായത്. അപ്പോൾ ആദരണീയനായ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഒരു പുഴുവായി അധപ്പതിച്ചു പോകാമായിരുന്ന ഒരു ബാല്യം, ഒരു യൗവനാരംഭം ദൈവത്തിൻ്റെ കൃപ കൊണ്ടോ കാലത്തിൻ്റെ കാരുണ്യം കൊണ്ടോ നന്മയിലേക്കും മെറിറ്റിലേക്കും നിങ്ങൾ കാണുന്ന യോഗ്യതകളിലേക്കും പരിവർത്തിച്ചും മുന്നേറിയ ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ എന്ന് എന്നെ സ്വയം വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. നേട്ടങ്ങളിൽ ഒരുപാട് പേര് നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നമ്മളുടെ കോട്ടങ്ങളിൽ, നമ്മുടെ വീഴ്ചകളിൽ നമ്മൾ ഒറ്റയ്ക്ക് തപിച്ച് വിഷമിച്ച് വ്യസനിച്ച് കഴിച്ചുകൂട്ടിയ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തിക്കിക്കയറി വരും. ആദ്യമായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥയ്ക്ക് കിട്ടുമ്പോൾ എനിക്ക് 26-27 വയസ്സാണ് പ്രായം. ഒരുപക്ഷെ മലയാളത്തിൽ ആ പുരസ്കാരം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിൽ ഒരാൾ ഞാനാണ്. MT വാസുദേവൻ നായരും
പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് മറ്റ് 2 പേർ. അപ്പം മാതൃഭൂമിയിലെ ഒരു ചെറിയ സബ് എഡിറ്ററായിട്ടൊക്കെ കയറിക്കൂടിയ സമയത്ത് അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് അറിയിച്ചോ, അമ്മയോട് ഇത് പറഞ്ഞോ. അപ്പോൾ അക്കാദമി അവാർഡ് കിട്ടിയ യുവാവിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന ആ രംഗമൊക്കെ ഇവരുടെ മനസ്സിൽ മോഹൻലാലും കവിയൂർ പൊന്നമ്മയും അഭിനയിക്കുന്ന ഏതോ ചലച്ചിത്രം പോലെയാണ്. ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് കവിയൂർ പൊന്നമ്മ നെറുകയിൽ കൈവയ്ക്കും, കെട്ടിപ്പിടിക്കും, അച്ഛൻ്റെ മാടത്തിൽ വിളക്ക് തെളിയിക്കണം, കടപ്പാട്ടൂരപ്പനൊരു വിളക്ക്, ഗുരുവായൂരപ്പനിൽ ഒരു വിളക്ക് എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള വാത്സല്യ നിർഭരമായ രംഗമാണ് ആളുകളുടെ മനസ്സിൽ വീണയുടെ കുളിർനാദത്തോടെ അലയടിക്കുന്നത്. അപ്പോൾ കുറേ പേരെൻ്റെ ചുറ്റും കൂടിയിരുന്ന് ഈ വീട്ടിലേക്ക് വിളിച്ച് പറയണം. അന്ന് എൻ്റെ വീട്ടിൽ ടെലഫോണില്ല, സ്വന്തം വീട്ടിൽ ഫോണില്ല, വല്യമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് അമ്മ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനത് അമ്മയെ അറിയിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ അക്കാദമി അവാർഡ് മേടിച്ച ഒരാളുടെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്കറിയാം അവിടുന്ന് വലിയ സന്തോഷത്തിൻ്റെ പ്രതികരണമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ ഇവരുടെ മുമ്പിൽ ഇവരെ കാണിക്കാൻ വേണ്ടി, കാണിച്ചു കൂട്ടാൻ വേണ്ടി അമ്മയെ വിളിച്ചു. അമ്മേ, ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡെന്ന് കേട്ടിട്ടില്ലേ? അമ്മ ഒരു വളരെ പാസീവായിട്ട് എന്ന് പറഞ്ഞു. ഈ വർഷത്തെ അക്കാദമി അവാർഡ് അമ്മയുടെ മോൻ എനിക്കാണ്. അപ്പോൾ ഇവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാഹിത്യമൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ അമ്മയോട് പറയാൻ അവകാശമില്ല. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഈഗറായിട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ശബ്ദം ഇവർക്ക് കിട്ടൂടെ. എൻ്റെ മുഖത്തെ ആംഗ്യ അഭിനയത്തിൽ നിന്നാണ് അമ്മയുടെ ശബ്ദമോ അമ്മ ഉച്ചരിക്കുന്ന ആശയങ്ങളോ അവർ മനസ്സിലാക്കുക. അപ്പം അമ്മ തണുത്ത ഒരു അതെയോ എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ എന്താ ഈ മാസം പൈസയൊന്നും അയക്കാതിരുന്നത് എന്ന് ചോദിച്ചു. അതെനിക്ക് ഇവരെ കേൾപ്പിക്കാൻ നിവൃത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതെ, മിക്കവാറും ഉമ്മൻചാണ്ടിയായിരിക്കും തരിക. കാരണം അന്ന് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയോ? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. നീ എന്താ 4-ാം തീയതി ആയിട്ടും മാസം അയക്കുന്ന പൈസ? ഇപ്പം എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചെറിയ സ്റ്റൈപ്പൻറ്റിൽ നിന്ന് അമ്മയ്ക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതുകൊണ്ട് ഒരു തുക, പകുതി പൈസയോളം അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അത് കിട്ടിയിട്ട് വേണം അമ്മയ്ക്ക് മീൻകാരന് കൊടുക്കാൻ, പച്ചക്കറിക്കാരന് കൊടുക്കാൻ, അമ്മയുടെ കൊച്ചു കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ 4-ാം തീയതി 5-ാം തീയതി ആയിട്ട് ഈ പൈസ എത്തിയിട്ടില്ല. 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ മണി ഓർഡർ അയച്ചാൽ 2-ാം തീയതിയോ ഞായറാഴ്ചയാണെങ്കിൽ 3-ാം തീയതി കിട്ടും. 4-ാം തീയതി ആയിട്ട് പൈസ വന്നിട്ടില്ല. അപ്പോൾ അതിനെന്തോ ഒരു എക്സ്ക്യൂസായിട്ടാണ് ഇത് പറയുന്നതാണ് അമ്മ ധരിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ് എൻ്റെ ചുറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, മിക്കവാറും അടുത്ത 16-ാം തീയതി ആയിരിക്കും. എന്ത് അവാർഡ് വിതരണം? അമ്മ ആയിരിക്കുന്ന പൈസ അയക്കുന്നത് ഡേറ്റാണ്. സന്തോഷമായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ച്. അപ്പോൾ ഇവർ പറഞ്ഞു, കണ്ടില്ലേ, ഇത്തരം ഒരു ഗംഭീരമായ രംഗം നിനക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ. ഇതാണ് മാതൃവാത്സല്യം, സ്നേഹം. യോഗ്യനാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു പുത്രൻ അമ്മയുടെ മുമ്പിൽ വിശുദ്ധനാക്കപ്പെടുന്ന സന്ദർഭം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു. ഞാനിത് പറഞ്ഞ് എൻ്റെ അമ്മയെ ചെറുതാക്കി പറയാൻ പറ്റില്ല. അമ്മ അങ്ങനെയല്ല പെരുമാറിയിരുന്നെങ്കിലാണ് എനിക്ക് അമ്മയെ പറ്റിയൊരു വിഷമം വരിക. കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മയാകുന്നത് ആ ചോദ്യത്തിലാണ്. സാഹിത്യ അക്കാദമി പുരസ്കാരവും മലയാളത്തിന് റാങ്ക് കിട്ടുകയോ ചെയ്യുമ്പോൾ മതിമറക്കുന്നൊരു അമ്മയല്ല എനിക്ക് വേണ്ടത്. അമ്മയോട് മകൻ കാണിക്കേണ്ടുന്ന കടമ ചെറുതായി തെറ്റിയപ്പോൾ പോലും അത് തിരുത്തി തരുന്ന ഒരമ്മയാണ് എൻ്റെ അമ്മ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് ഞാൻ ആ നിമിഷം മനസ്സിലാക്കേണ്ടായി. യോഗ്യതയെപ്പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്നെ പലവട്ടം ഇങ്ങനെ മാറ്റി മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ചിത്രത്തിൽ കാണുന്ന സുഭാഷ് ചന്ദ്രബോസാണ് കേമൻ എന്ന് കരുതിയിരുന്ന ആ ഘട്ടത്തിൽ നിന്ന് പലപ്പോഴും അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. വയലാർ അവാർഡ് മേടിച്ചതിന് ശേഷം ഞാനങ്ങനെ അമ്പലവിശ്വാസിയോ അമ്പല പ്രാർത്ഥനയിലോ ഉള്ള ആളല്ല. ദൈവത്തിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിലും ഞാനങ്ങനെ ക്ഷേത്രങ്ങളിലും ആരാധനാലയം പോയിട്ട് മധ്യസ്ഥന്മാരുടെ വക്കാലത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. എനിക്ക് ദൈവവുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. ഇനി ഇടത്തരക്കാരെ ഇടനിലക്കാരൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ എൻ്റെ അളിയൻ്റെ കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ ഞാൻ തന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാഹനത്തിൽ കൊല്ലൂർ മൂകാംബികയിൽ എഴുത്തിനിരുത്തുന്ന നിങ്ങൾക്കറിയാം, അവിടെ പോയി. കർണാടകത്തിലാണ്. അപ്പോൾ അതിൻ്റെ തലയാഴ്ചയിലാണ് എനിക്ക് വയലാർ അവാർഡ് കിട്ടിയത് എന്ന് പത്രങ്ങളിൽ വന്നു. കുറച്ച് അഹങ്കാരമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് അതൊക്കെ വലിയ നേട്ടമാണെന്ന് വിചാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന്. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. കുറച്ചും കൂടി ചെറുപ്പമായിരുന്നു ഞാൻ. ഔദ്ധത്യം, അഹങ്കാരം എന്നൊക്കെ പറയുന്ന സംഗതി കുറച്ചുള്ള സമയമായിരുന്നു. അതെങ്ങനെയാണ് കാലം എന്നെ പോക്കി കുറച്ചൊക്കെ നല്ലവനാക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ കരുതി വയലാർ അവാർഡൊക്കെ മേടിച്ചപ്പോൾ വയലാർ മരിച്ചത് 46 വയസ്സിലാണ്. വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ മഹാകവി മരിച്ചത് 46 വയസ്സിലാണ്. വയലാർ രാമവർമ്മയുടെ പേരിൽ
ഏർപ്പെടുത്തപ്പെട്ട ആ പുരസ്കാരം കിട്ടിയ ഞാൻ ഒഴികെയുള്ള എല്ലാവരും 50-60 വയസ്സ് കഴിഞ്ഞവരാണ്. വയലാർ മരിച്ച പ്രായത്തിനേക്കാൾ ചെറിയ പ്രായത്തിൽ വയലാർ പുരസ്കാരം കിട്ടുന്ന ഒരേ ഒരാൾ ഞാനാണ്. ഇത് നിങ്ങൾക്ക് കിസിനൊന്നും ചോദിക്കുകയൊന്നുമില്ല, PSCക്ക് ചോദിക്കില്ലെങ്കിലും ഒരു അഹംഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. എന്നെ തന്നെ ഇവിടെ നിൽക്കാനുള്ള യോഗ്യനാക്കി സ്വയം മെറിറ്റുള്ള ഒരാളാണ് ഞാനെന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ എൻ്റെ വിചാരം അവിടെ വരുന്ന മലയാളികളാണ് കൂടുതൽ അവിടെ വരിക. അവരെല്ലാവരും സാഹിത്യമായിട്ടൊക്കെ കുറച്ച് ബന്ധം, കലയുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അവർ സുഭാഷ് ചന്ദ്രനെ കാണുമ്പോൾ ഞെട്ടിപ്പോവും എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ ഒരു പട്ടിയും എന്നെ തിരിച്ചറിഞ്ഞില്ല അവിടെ ചെന്നപ്പോൾ. ഞാൻ ഈ ബ്രീത്ത് പിടിച്ച് നിൽക്കുന്നതല്ലാണ്ട് ഒരാളും എന്നെ കണ്ട് സാറല്ലേ മറ്റേ ആളും ചോദിക്കുന്നില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ, നിങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ, മഹാമായ എന്ന് പറയുന്ന പൊരുൾ സത്യമാണ് എങ്കിൽ, നിങ്ങൾ ഈ യാത്രയിൽ, ഈ പ്രാർത്ഥനയിൽ, എൻ്റെ ഈ വരവിൽ നിങ്ങൾ എനിക്കൊരു ബോധ്യം തരണം. കാരണം മനുഷ്യന് അതീതമായ ചില ശക്തികൾ കൂടി മനുഷ്യൻ്റെ ജീവിത പ്രയാണത്തെ സ്വാധീനിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട് എന്ന് എനിക്കൊരു ബോധ്യം ഇവിടെ വെച്ച് തരണം. അല്ല നമുക്ക് വേറെ പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞൂടാ. അതാണ് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ കരുതിയത് ഈ ബഹുമാനങ്ങളൊക്കെ ചുറ്റും വർഷിക്കുന്നുണ്ടാവും എന്നാണ്. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്, പക്ഷെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഭയങ്കര നിരാശനായി നടക്കുമ്പോൾ അവിടെ ആരോ, ഏതോ ഒരു സെലിബ്രിറ്റി വന്നിരിക്കുന്നു. അവർക്ക് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ പൊതിയുന്നു. സെൽഫി, അന്ന് സെൽഫി നമ്മുടെ ഇന്നത്തെ മറ്റുള്ള ഫോണുകൾ വന്നു തുടങ്ങിയിട്ടില്ല, പക്ഷേ പ്രാകൃതമായ സെൽഫി സംവിധാനങ്ങളുണ്ട്. അതെടുക്കുന്നു. ഓട്ടോഗ്രാഫ് എഴുതിക്കുവാൻ കടലാസ് ഇല്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ കഴിച്ച വഴിപാട് രസീതിൻ്റെ പിന്നാമ്പുറത്തെ ഒരു ഇത്തിരി ചതുരത്തിലെ വെളുത്ത പ്രതലത്തിൽ ആരൊക്കെ ഓട്ടോഗ്രാഫ് മേടിച്ചുകൊണ്ട് ഓടി വരുന്നു. എടി എനിക്ക് കിട്ടി, എനിക്ക് ഒപ്പിട്ട് തന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ കരുതി എന്നേക്കാൾ വലിയൊരു കക്ഷി ഇപ്പോൾ ഇവിടെ വന്നോ, അതാര് എന്ന് എഴുതിയിട്ട് ഞാൻ നിരാശനായി, ലജ്ജിതനായി ഈ ആൾക്കൂട്ടത്താൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ മാന്യദേഹം ആരാണെന്നറിയാൻ വേണ്ടി അവിടെ തലയിട്ട് നോക്കി. അപ്പോൾ ഞാൻ കണ്ടത് ആ സോളാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു സ്ത്രീ. ഉമ്മൻചാണ്ടിയുടെ കൂടെയൊക്കെ പത്രക്കാർ കുറേ CD തപ്പിയൊക്കെ നടന്നൊരു സ്ത്രീയുണ്ട്. അവരുടെ പേര് അവരെ ഞാൻ മോശമാക്കി പറയുകയല്ല. അവരൊരു ഇരയാണ്, നമ്മുടെ കാലത്തിൻ്റെ ഇരയാണ്. പക്ഷെ അവരുടെ ചാനലുകളിൽ അവരുടെ ഫോട്ടോ, പത്രങ്ങളിൽ അവരുടെ ചിത്രം, അങ്ങനെ ദിവസവും പ്രതിയാക്കപ്പെട്ട ഒരു തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ചിത്രം വന്നതുകൊണ്ട് അവരൊരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് നമ്മുടെ കാലം തെറ്റിദ്ധരിക്കുകയും അവരിൽ നിന്നാണ് ഈ ഓട്ടോഗ്രാഫ് മേടിക്കാൻ അവിടെ മത്സരം നടന്നത്. ഞാൻ തിരിച്ചു ചെന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ബോധ്യം കിട്ടിയിരിക്കുന്നു. ഞാനിനി ഇടയ്ക്കിടയ്ക്കിടെ വരും. കാരണം നീ വാങ്ങിച്ച വയലാർ അവാർഡൊന്നും ഒന്നുമല്ല എന്നും, ഈ ഭൂമിയിലെ മനുഷ്യർ മറ്റു ചിലതിൻ്റെ പിറകെയാണ് പായുന്നതെന്നും, യോഗ്യത, മെറിറ്റ് എന്ന് നീ കരുതുന്ന സംഗതികൾക്ക് സാമാന്യ മനുഷ്യരുടെ ഇടയിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നും, അതിലും നല്ലൊരു പാഠത്തിലൂടെ ഒരു ദൈവത്തിനും എന്നെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീക്ക് ഞാൻ നന്ദി പറയുന്നു, ദൈവത്തിനെന്നതുപോലെ. അവരാണ് എന്നെ ആ സന്നിധിയിൽ വെച്ച് യോഗ്യതയെ പറ്റിയുള്ള, മെറിറ്റിനെ പറ്റിയുള്ള ചില അടിസ്ഥാന പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അപ്പം നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളല്ല ഭൂമിയിലെ മനുഷ്യർക്ക് കേമത്വം ആയിട്ട് കരുതുന്നതെന്ന് ഞാൻ കരുതുകയാണ്. കേമത്തങ്ങൾ തന്നെ, മെറിറ്റുകൾ തന്നെ കാലാനുസൃതമായിട്ട് മാറി വരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേതാജിയുടെ പേരോ നെഹ്റുവിൻ്റെ പേരോ അങ്ങനെയുള്ള നമ്മൾ ആദരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പേരുകൾ, മഹാന്മാരുടെ പേരുകൾ ഇപ്പോൾ അധികം പേരിൽ പുളകം ഒന്നും ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ മാസം ഞാനും എൻ്റെ മക്കളും ചേർന്ന് കൊൽക്കത്തയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ താജ്മഹലിനെ വെല്ലാനുള്ള ആഗ്രഹത്തോടെ കഴ്സൺ പ്രഭു വിക്ടോറിയയുടെ പേരിൽ, രാജ്ഞിയായിരുന്ന വിക്ടോറിയയുടെ പേരിൽ ഒരു മഹാമന്ദിരം നിർമ്മിച്ചിട്ടുണ്ട് പഴയ കാലത്ത്. അതിപ്പോൾ വിക്ടോറിയ മ്യൂസിയം എന്ന പേരിൽ, വിക്ടോറിയ മെമ്മോറിയൽ എന്ന പേരിൽ അവിടെ ഒരു ചരിത്ര പ്രദർശന മ്യൂസിയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ടാഗോറിൻ്റെ വീട് കണ്ടു, ജരാസംഘ കണ്ടു, വിവേകാനന്ദൻ്റെ വീട് കണ്ടു, ബേലൂർ മഠത്തിൽ പോയി, ശാന്തി നികേതനിലും ഒക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഈ വിക്ടോറിയ മ്യൂസിയത്തിൽ പോയി. അപ്പോൾ അവിടെ അതിഗംഭീരമായ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, അങ്ങനെയുള്ള മോണിമെൻറ്റുകളെല്ലാം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് എന്നാണ് എൻ്റെ ഓരോ ഓർമ്മയിലുള്ള ധാരണ. ഞാൻ കൽക്കത്തയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഹാള് കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം, അവിടെ എങ്ങും നെഹ്റു ഇല്ല. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിലെങ്ങും
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രം ഇല്ല. നിങ്ങൾക്ക് ഇനിയും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരത്ത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ഞങ്ങളെ നയിച്ച്, സാർ ഇവിടെ മുകളിൽ കണ്ടില്ല, ഊപ്പർ ജാനാഹെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഊപ്പറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പതിവ് അനുസരിച്ച് ചുറ്റിക്കറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നവർ ഒരാൾ നിന്ന് മുകളിലേക്ക് കയറ്റുകയാണ്. 2-3 മാസം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആ മന്ദിരത്തിൻ്റെ മുകൾ നില കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ 2 ഭാഗത്തായിട്ട് വലിയ 2 ഫലകങ്ങൾ കൊത്തിവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് സവർക്കർ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത ഒരു പ്രഖ്യാപനമാണ്. വലതുവശത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ചിത്രമാണ്. ആ എൻട്രൻസിൻ്റെ 2 ഭാഗത്തുമായിട്ട് 1904 ഒരു നവഭാരതം സൃഷ്ടിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സവർക്കർ എന്ന് പറയുന്ന ആൾ ചെയ്ത ഒരു പ്രഖ്യാപനം വലിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട് കുത്തിവെച്ചിരിക്കുന്നു. വലതുഭാഗത്ത് സവർക്കർ എന്ന് പറയുന്ന മഹാപുരുഷൻ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്ന ആളുടെ വലിയ ദീർഘകായ രൂപം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഒരിക്കലും ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത കുറേ ആളുകളുടെ ചിത്രങ്ങൾ, അവരുടെ അടിക്കുറിപ്പുകൾ സഹിതം, അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ വിശേഷങ്ങൾ സഹിതം പ്രദർശിപ്പിച്ചു. അവിടെ എങ്ങും നെഹ്റുവോ സുഭാഷ് ചന്ദ്രബോസോ നമ്മൾ ബഹുമാനിച്ചിരുന്ന ഒരു പറ്റം മഹനീയ വ്യക്തിത്വങ്ങളോ ഇല്ല. അപ്പോൾ എനിക്ക് മറ്റൊരു ബോധ്യം കിട്ടി. നമ്മൾ ഈ യോഗ്യത എന്ന് പറയുന്നത്, മെറിറ്റ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് കാലത്തിനനുസരിച്ച്, അധികാരികൾക്കനുസരിച്ച്, അധികാരത്തിൻ്റെ കൂടെ പ്രേരണ കൊണ്ടോ സ്വാധീനം കൊണ്ടോ മാറ്റിമറിക്കാവുന്ന ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയാണ് ഞാൻ മെറിറ്റ്, യോഗ്യത എന്ന് പറയുന്ന ഒരു സംഗതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിർമ്മല കോളേജിന് 72 വർഷം തികയുന്ന 72ാം പിറന്നാളിലേക്ക് കടന്നിട്ടുള്ള ഒരു സന്ദർഭമാണ്. നിർമ്മല എന്ന വാക്ക് മഹാനായ ഒരു മനുഷ്യൻ്റെ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അതിഗംഭീരനായ ഒരാളുടെ അമ്മയുടെ വിശേഷണമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അമല എന്നും നിർമ്മല എന്നും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ പരമ്പരാഗതമായ രീതി അന്വേഷിച്ച് അദ്ദേഹം ആട്ടിടയനായിരുന്നു, തച്ചൻ്റെ മകനായിരുന്നു എന്നൊക്കെ പറയാൻ നിവൃത്തിയുള്ളൂ. സാധാരണഗതി വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നില്ല. അതിഗഹനമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഏറ്റവും സരളമായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹം 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിഗംഭീരനായിട്ടുള്ള ഒരു മനുഷ്യനായി, ദൈവപുത്രൻ എന്ന് പോലും നമ്മൾ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഗംഭീരനായി കാലം ചെല്ലുന്നതോളം വളരുന്നത് നമ്മൾ കാണുന്നു. ആ നിർമ്മലത്വം എന്ന് പറയുന്നത് ആണ്, ആ അമ്മയെ വിശേഷിപ്പിക്കുന്ന ആ നിർമ്മലത്വമാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട യോഗ്യത എന്ന് ഞാൻ എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. മറ്റു ഭാഷയിൽ നിഷ്കളങ്കത എന്ന് പറയുന്ന, നിർമ്മലത എന്ന് പറയുന്ന, അമലം എന്ന് വിശേഷിപ്പിക്കാവുന്ന മലീമസമല്ലാത്ത ഒരു മനസ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, തീവ്രമായ ആഗ്രഹങ്ങളാൽ ആ നിഷ്കളങ്കമായ മനസ്സ് നിഭൃതമാണ് എങ്കിൽ, നിങ്ങൾക്ക് വെട്ടി പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയും ഈ ഭൂമിയിലില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ അടുത്തേക്ക് കാലം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി നടന്നെടുക്കുന്ന നിങ്ങൾ അത്ഭുതത്തോടെ കണ്ടു നിൽക്കും. ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിൽ പത്രാധിപരാകുന്നൊന്നും ആഗ്രഹിച്ചതല്ല. പക്ഷേ 21ാമത്തെ വയസ്സിൽ സമ്മാനം മേടിക്കാൻ അവിടെ ചെല്ലുമ്പോൾ MT വാസുദേവൻ ഇരിക്കുന്ന കസേര ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയിരുന്നു. വാതിൽ തുറന്ന് അദ്ദേഹം എഡിറ്ററായിട്ടിരിക്കുന്നു. അദ്ദേഹമാണ് ആ മത്സരം നടത്തിയത്. അതിനകത്താണ് എനിക്ക് സമ്മാനം കിട്ടിയത്. സമ്മാനം മേടിച്ചതിന് ശേഷം ഞാൻ ആ വാതിൽ തള്ളി തുറന്ന് അദ്ദേഹം ഇരിക്കാത്തത്, അദ്ദേഹം പുറത്താണ്. അപ്പോൾ ഇരിക്കുന്ന കസേരയ്ക്ക് നോക്കിയായിരുന്നു, ഇടിവീർപ്പോടെ നോക്കിയായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു വന്നൊരു മനുഷ്യനായിരിക്കും അവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണല്ലോ എന്നെ കടുങ്ങല്ലൂർ എന്ന് പറയുന്ന കുഗ്രാമത്തിലൊരു കുട്ടിയെ 1ാം സമ്മാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ബഹുമാനിച്ചത്. ആ കസേരയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുവാനുള്ള പ്രാപ്തി പോലും എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ 100% സത്യസന്ധമായിട്ട് പറയാം, നിഷ്കളങ്കമായൊരു ഹൃദയത്തോടെ അത്തരം മഹത്വങ്ങൾക്ക് നേരെ നമിക്കുവാനും അതിൻ്റെ ജാജ്വല്യമാനമായ ആ പ്രകാശത്തിന് മുമ്പിൽ ഒരു മടിയുമില്ലാതെ നടുവളച്ചു നിൽക്കുവാനുമുള്ള സന്നദ്ധത എനിക്കുണ്ടായിരുന്നു. അത്
കർത്താവിനെ ഗർഭത്തിൽ വഹിക്കുന്ന കാലത്ത് കന്യകാമേരി എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണാൻ പോയ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് ഇത് ഒരു ദിവ്യഗർഭമാണ് എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അപഹസിക്കപ്പെടുകയും പരിഹാസിയാക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലത്ത് യേശുദേവൻ്റെ അച്ഛൻ അങ്ങനെ പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്ത ഒരാളാണ് എന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവൾക്ക് ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഗ്രാമത്തിൽ എലിസബത്ത് എന്നും സക്കറിയ എന്നും പറയുന്ന ദമ്പതികൾക്ക്, ഊമയായിട്ടുള്ള സക്കറിയയ്ക്ക് ഇങ്ങനെ അവളുടെ ഭാര്യയ്ക്കും ഇതുപോലെ ഒരു വിശുദ്ധ ഗർഭമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ഗർഭിണിയെ കാണുവാൻ ഈ ഗർഭിണി പോകുന്നൊരു സന്ദർഭം ബൈബിളിൽ ആലേഖനം ചെയ്തു വെച്ചു. ഞാൻ തരിപ്പോടെ ബൈബിൾ അടച്ചു വെച്ച് എഴുന്നേറ്റ് നിന്നൊരു സന്ദർഭമാണത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ പോകുന്നത് തൻ്റെ സഹോദരി തുല്യമായിട്ടുള്ള ഒരാളോട് ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നു, മറിയം അടുത്ത് വന്ന സമയത്ത്, മേരി അടുത്ത് വന്ന സമയത്ത്, മേരിയുടെ വയറ്റിലെ കുഞ്ഞുണ്ട്, 4 മാസം പ്രായമുള്ളൂ. ഈ എലിസബത്തിൻ്റെ വയറ്റിലെ കുഞ്ഞിന് 8 മാസം, 4 മാസം മൂത്തതാണ്, 8 മാസം പ്രായമുണ്ട്. അപ്പോൾ ഈ പുതിയ ഗർഭിണി അടുത്ത് വന്നപ്പോൾ എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആഹ്ലാദം കൊണ്ട് കുട്ടിക്കരണം മറിഞ്ഞു എന്നൊരു വരിയുണ്ട്. സക്കറിയയുടെയും എലിസബത്തിൻ്റെയും കുഞ്ഞ് മേരിയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് വയറ്റിൽ ആഹ്ലാദത്തോടെ കുട്ടിക്കരണം മറിഞ്ഞു എന്നൊരു വരിയുണ്ട്. അവിടെ വെച്ച് ഞാൻ ബൈബിൾ അടച്ചിട്ട് കുറച്ചേരം എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാനൊന്നുമല്ല, അതുണ്ടാക്കിയ തരിപ്പൊന്ന് ആ വോൾട്ടേജ് ഒന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ആ കുഞ്ഞിൻ്റെ പേരാണ്, ഈ കുട്ടിക്കരണം പറഞ്ഞ കുഞ്ഞിൻ്റെ പേരാണ് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് യേശുവിനെ ജ്ഞാനസ്നാനം ചെയ്തത് അദ്ദേഹമാണ്. അപ്പം മെറിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മൾ ചെയ്യാനിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ടുകൂടി തിരിച്ചറിയുന്ന ഒരു ക്വാളിറ്റിയുടെ പേരാണ് നിർമ്മലത്വം എന്ന് പറയുന്നത്, അമലത്വം, നിഷ്കളങ്കത്വം എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ പറയും ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്കാണ് നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ, ഇവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അത് കുറച്ചും കൂടി തീവ്രമായ അവസ്ഥയാണ്. ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അതിൻ്റെ സഹജമായ നിഷ്കളങ്കത കൊണ്ട്, നിർമ്മലത കൊണ്ട്, അമലത്വം കൊണ്ട് തൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്ന ആ സാന്നിധ്യത്തെ, അത് കുഞ്ഞായിട്ട് ഇനിയും ഉരുവം കൊണ്ടിട്ടില്ല, ആ മഹത്നായ ദൈവതുല്യനായ ഒരു സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ, ആ മഹത്വത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണ് ബൈബിളിൽ നിന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുണ്ട്. ഭൂമി സൂര്യൻ്റെ ഒരു കഷ്ണം പൊട്ടിയടർന്ന് വീണതാണ് എന്നുള്ള ചരിത്രമാണ്, സയൻസാണ്. ഏതെല്ലാം മതങ്ങൾ ഏത് വിധത്തിൽ അതിനെ കാവ്യാത്മകമായി ഭംഗിപ്പെടുത്തി പറഞ്ഞാലും ആ സയൻസ് നമ്മൾ വിശ്വസിച്ചേ പറ്റും. ബോധമുള്ള യുക്തിയുള്ള ഒരാളത് വിശ്വസിച്ചേ പറ്റും. ഗലീലിയോ ഒക്കെ തിരുത്തി പറഞ്ഞാൽ അദ്ദേഹത്തെ അന്ന് മതദ്രോഹ വിചാരണ നടത്തിയെന്ന് നിങ്ങൾക്കറിയാം. അതൊക്കെ പിന്നീട് മാറ്റി. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സഭ നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം ആദരിക്കുവാൻ വിളിച്ചു വരുത്തിയപ്പോൾ മാർപ്പാപ്പയോട് സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞു, ഞാൻ വരാം, എന്നെ ആദരിക്കാൻ വരാം. പക്ഷേ മഹാനായ ഗലീലിയോയെ ഭൂമിക്ക് ചുറ്റും സൂര്യനല്ല കറങ്ങുന്നത്, സൂര്യന് ചുറ്റും ഭൂമിയാണ് കറങ്ങുന്നത് എന്ന സത്യം പറഞ്ഞതിൻ്റെ പേരിലും മതദ്രോഹ വിചാരണ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാൽ ഞാൻ വന്ന് ഈ ബഹുമതി സ്വീകരിക്കാം എന്ന് പറഞ്ഞു. മാർപ്പാപ്പ അത് മാപ്പ് പറഞ്ഞു. അത് തെറ്റുപറ്റി, സഭയ്ക്ക് പറ്റിയ പഴയ കാലത്തൊരു തെറ്റാണ്, അത് പോയ കാലത്തിൻ്റെ ഒരു തെറ്റാണ് എന്ന് പറഞ്ഞു. സ്റ്റീഫൻ ഹോക്കിങ് അന്തസ്സായിട്ട് വന്നിട്ട് ഈ ബഹുമതി സ്വീകരിച്ച് തല കുമ്പിട്ടും നമസ്കരിച്ചിട്ട് പോയി. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിൽ ഇത് സത്യമാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം ദൈവം ഒരു വലിയ സങ്കല്പമാണ്, മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും മഹത്തായ സങ്കല്പമാണ് ദൈവം എന്നുള്ളതുകൊണ്ട് സങ്കല്പം കൊണ്ട് ഉപജീവിക്കുന്ന ഞാൻ ആ ദൈവത്തെ വണങ്ങുന്നു. അത് പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ്, അതിനെ നമുക്ക് നമസ്കരിക്കണം. കാരണം മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും ഗംഭീരമായ സങ്കല്പമാണ് ദൈവം, അതിന് നമുക്ക് വണങ്ങിയേ തീരും. പക്ഷെ നമ്മുടെ യുക്തി കൊണ്ട് ആലോചിക്കുമ്പോൾ അതിനെ അക്കണക്കിന് നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം ഭൂമി സൂര്യനിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വീണ ഒരു കഷ്ണമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ലാവ എന്നുള്ള പേരിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി സൂര്യൻ്റെ അഗ്നി തന്നെയാണ് എന്ന് നമുക്കറിയാം, സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതൊരു ദൈവവും ഉണ്ടാക്കി വെച്ചതല്ല. അതിൻ്റെ മീതെ ജീവിക്കുന്ന എല്ലാ ജന്തുക്കളും സൂര്യൻ്റെ അംശം തന്നെയാണ് എന്ന് നമുക്കറിയാം. കാരണം മാറ്ററും ഊർജവും ഒരിക്കലും സൃഷ്ടിക്കുവാനോ സംഹരിക്കുവാനോ സാധിക്കുന്നതല്ല എന്ന് സയൻസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ മനുഷ്യനും, ഓരോ ജന്തുവും, ഒരു പശുവും പുല്ലും പുൽച്ചാടിയും എല്ലാം അടക്കമുള്ള ഓരോ ജീവിയും സൂര്യൻ്റെ തന്നെ ഒരംശമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്ന് സയൻസ് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു നക്ഷത്രത്തിൻ്റെ തരിയാണ്. ഇത് സയൻസാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉടുപ്പണിഞ്ഞ് യൂണിഫോം ഇട്ടിരിക്കുന്ന ഓരോരുത്തരും പല മാതിരി വേഷം കെട്ടിയ ഞാനടക്കമുള്ള ഓരോന്നും സൂര്യൻ്റെ ഒരു തരിയാണ് എന്നുള്ള സംശയമുണ്ട്. സയൻസാണ്. നമ്മൾ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു തരിയാണ്, ഒരു സ്റ്റാറിൻ്റെ ഡസ്റ്റാണ് നമ്മൾ. അതുകൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ ലാവയുള്ളതുപോലെ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലും ഓരോ പ്രാണൻ്റെ ഉള്ളിലും അത്യുജ്വലമായി ജ്വലിക്കുന്ന ഈ അഗ്നിയുണ്ട്, ഈ വെളിച്ചമുണ്ട് എന്നുള്ളതും സയൻസാണ്. അതിലും സംശയമൊന്നും വേണ്ട. പക്ഷേ ആ വെളിച്ചത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഭൂരിഭാഗം സമയം നമ്മൾ വാട്സപ്പ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും അല്ലെങ്കിൽ ക്ഷുദ്രമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു. നമ്മൾ എന്താണോ ലോകത്തെ എങ്ങനെയാണോ നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അവസാനിച്ചു പോവുകയുള്ളൂ. അതുകൊണ്ട് ടോയ്ലറ്റിൽ പറന്നു നടക്കുന്ന കൊതുകുകൾ കരുതുക മനുഷ്യനെന്ന് പറയുന്നത് എവിടെയൊക്കെ ചുറ്റി നടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മലം സൃഷ്ടിച്ച് ഇവിടെ സംഭരിക്കാൻ വരുന്നൊരു ജന്തു മാത്രമായിട്ടാണ്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ശക്തിയില്ല. അത് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, വാതിലടച്ചിരിക്കും, ഈ സംഭരണിയിലേക്ക് നിക്ഷേപിക്കും, പിന്നെയും പോവും. അവൻ നോക്കുമ്പോൾ അവൻ ഭക്ഷണം ശേഖരിക്കാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി പോവുകയാണ്. എന്നാൽ മനുഷ്യനെന്ന് പറയുന്നത് ഈ മലം സൃഷ്ടിക്കുന്ന ജന്തുവല്ല എന്നും നിർമ്മലമായിട്ടുള്ള അമലമായിട്ടുള്ള ഒരുപാട് സംഗതികൾ അവന് സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും സംഗീതം കൊണ്ടും സാഹിത്യം കൊണ്ടും ചിത്രങ്ങൾ കൊണ്ടും ശില്പകല കൊണ്ടും അഭിനയം കൊണ്ടും നാടകം കൊണ്ടും ഒക്കെ ഒരുപാട് ഈ ഭൂമിയെ സർഗാത്മകമായി സമ്പന്നമാക്കാൻ കെൽപ്പുള്ള ഗംഭീരനായ ഒരു ജന്തുവാണ് എന്നും മനുഷ്യനെക്കുറിച്ച് അറിയാവുന്ന നമുക്കറിയാം. പക്ഷെ നമ്മുടെ പുതിയ കാലത്തിലെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ഈ മലീമസമായിട്ടുള്ള ഇതിൻ്റെ അകത്ത് അടച്ചിടപ്പെട്ട കൊതുകുകളെ പോലെ കുത്തിയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മലിനമായ കാര്യങ്ങൾ മാത്രം. അതിനുള്ളിൽ എത്ര സാധ്യതകൾ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് അവൻ അറിയുകയില്ല, അല്ലെങ്കിൽ അവൾ അറിയുകയില്ല. അവരെ അത് അറിയിക്കുവാൻ നമ്മുടെ കാലം, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ശ്രദ്ധിക്കുന്നുമില്ല. പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മഹത്തായ മനുഷ്യൻ, മഹാനായ മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ വരും തലമുറയെ അറിയിക്കുവാൻ സാധിക്കട്ടെ. അതിഗംഭീരന്മാരായ സ്ത്രീകളും അതിഗംഭീരന്മാരായ പുരുഷന്മാരും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് 100 വർഷം കഴിഞ്ഞ് 150 വർഷം കഴിഞ്ഞുള്ള കുട്ടികളെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അച്ഛനായിട്ടോ ഗുരുവായിട്ടോ സഹോദരനായിട്ടോ ഭർത്താവായിട്ടോ മകനായിട്ടോ ഈവൻ സ്വന്തം മകനായിട്ടെങ്കിലും പോലുമോ മഹത്വമുള്ള ഒരു പുരുഷനെ കണ്ടുമുട്ടിയ ഒരു സ്ത്രീ ലോകത്തിൽ മഹത്വമുള്ള മനുഷ്യരുണ്ടെന്ന് സങ്കല്പിക്കാൻ സാധിക്കും അവൾക്ക്. കാരണം അവൾക്ക് അവളുടെ ഉള്ളിൽ ഒരാളുണ്ട്, അങ്ങനെ ഒരാളെങ്കിലും ഒരാളുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അമ്മയായിട്ടോ പെങ്ങളായിട്ടോ സഹോദരിയായിട്ടോ ഭാര്യയായിട്ടോ സഹപ്രവർത്തകയായിട്ടോ ഈവൻ സ്വന്തം മകളായി പോലുമോ അതിഗംഭീരയായിട്ടുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെടുവാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും സാധിച്ച ഒരു പുരുഷൻ, അവനറിയാൻ സാധിക്കും ഭൂമിയിൽ മഹത്വമുള്ള സ്ത്രീകൾ, അന്തസ്സുള്ള സ്ത്രീകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളെ നമ്മൾ എവിടെ തപ്പിയിട്ടും കാണുന്നില്ല. നമ്മൾ ഓരോരുത്തരേക്കും പ്രതീക്ഷയോടെ നോക്കുന്നു. ഓരോ പ്രതീക്ഷയും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അസ്തമിച്ച് പോകും. നമ്മൾ നിരാശരാകുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളും അതുപോലെ തന്നെ ആവാൻ നമ്മൾ പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു, മത്സരിക്കുന്നു. ചേരയെ തിന്നുന്ന നാട്ടിലെത്തുമ്പോൾ നടുക്കണ്ടം തിന്നണമെന്നും നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുമുള്ള പഴയ പഴഞ്ചൊല്ല് നമ്മളതിൻ്റെ തത്വത്തിൽ ഏറ്റെടുത്ത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ എൻ്റെ 2 മക്കളേക്കാൾ ഇളയ കുഞ്ഞുങ്ങളാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജയത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നേടുന്ന ഈ ജയം ഭാവിയിൽ ഒരാളെങ്കിൽ ഒരാൾക്ക് ബഹുമാനത്തോടെ ആദരവോടെ അനുകരിക്കുവാനും നിങ്ങളെ അതിവർത്തിക്കും വിധം അതിൽ കൂടിയ മെച്ചങ്ങളിലേക്ക് അവരെ നയിക്കുവാൻ പ്രചോദിപ്പിക്കുവാനും കഴിയുന്ന ഒന്നായി തീരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും ഉള്ളത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സുഭാഷ് ചന്ദ്രൻ ചരിത്രത്തിലെ ഗംഭീരന്മാരായ മലയാളികളുടെ മുമ്പിൽ ഒരു പുഴു മാത്രമാണ്. നിങ്ങൾക്ക് 1000, 10,000 മഹാമനുഷ്യരെ നമ്മുടെ ചരിത്രം തപ്പിയാൽ കാണാൻ സാധിക്കും. അതിൽ ഓരോ സ്ഥലത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. ഓരോരുത്തരുടെയും മഹത്വത്തിൻ്റെ പ്രഭയുടെ കിരണങ്ങളുടെ ഒരു തരി, ഒരു രശ്മി നിങ്ങളുടെ ആത്മാവ് ഏറ്റുവാങ്ങുവാൻ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പുരസ്കൃതരാകുന്ന ബഹുമാനിതരാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒപ്പം അവരോട് മത്സരിച്ച്
അവർക്ക് വിജയികളാകുവാൻ അവസരം കൊടുത്ത മറ്റുള്ളവർക്കും ഒരേപോലെ അഭിനന്ദനം നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.